സംസ്ഥാന ചക്രവർത്തിയായ ദ്വിമാറ തസ്കരോത്തമ സുൽത്താന്റെ പൊണ്ടാട്ടി പെറ്റവളുടെ അന്തപുരത്തിൽ ഓളുടെ 2ാം നമ്പർ കണവനായി അന്തിയുറങ്ങാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് മാത്രമല്ലേ ഈ മുഹമ്മദ് റിയാസനന് ആ സദസ്സിൽ തന്നെ കാലുകുത്താൻ സാധിച്ചത്? അതുകൊണ്ട് മാത്രമല്ലേ അത്രയെങ്കിലും അവിടെ വരെയെങ്കിലും എത്താൻ, ആ സദസ്സിലെങ്കിലും എത്താൻ സാധിച്ചത്? എങ്ങനെയാണ് ഓളുടെ അന്തപുരത്തിലേക്ക് കയറിക്കൂടിയതെന്ന് ആർക്കെങ്കിലും അറിയാമോ? അത്യാവശ്യം കുത്തും കോളുമൊക്കെയുള്ള ഒരു സംസാരമായിരിക്കും പോങ്ങനിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ചിരിക്കാൻ മാത്രമേ ഈ സംസാരത്തെ ഉപയോഗിക്കാവുള്ളൂ. ചിന്തിക്കാൻ ശ്രമിക്കരുത്. ചിന്തിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ആ ചിരി മാഞ്ഞുപോകും. അതുപോലെ തന്നെ എല്ലാവർക്കും ചിരി വരണമെന്നുമില്ല. അത്യാവശ്യം ഭാഷ സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ ഒരു പക്ഷേ എന്റെ ഈ സംസാരം ദഹിക്കാനോ രസിക്കാനോ ഉള്ള സാധ്യതയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഹരിത മലയാളത്തിൽ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിഷയം എന്റെ ഒരു തടി അത്ര കണ്ട് സംരക്ഷിക്കുന്ന നിലയിലുള്ളതായിരിക്കില്ല എന്നുള്ള ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാൻ അല്പസ്വല്പം വീര്യം കൂട്ടിക്കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊണ്ട് നല്ല ഭാഷാ സ്നേഹികളായിട്ടുള്ള സാഹിത്യ പരിചയമുള്ള ആളുകൾ മാത്രം ഈ സംസാരത്തിന് ചെവി വെച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു കാരണവശാലും മനസ്സിലാക്കാൻ സാധിക്കുന്നവർ ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി ഈ സംസാരത്തെ ഉപയോഗിക്കരുത്. ചിരിച്ചു തള്ളുക. ചിന്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിരി മാഞ്ഞു പോകും. കാര്യം രസകരമായിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ്. നമ്മുടെ യൂട്യൂബ് ഭാഷാ ശൈലിയിൽ റിയാക്ഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ മുഹമ്മദ് റിയാസനൻ ഫേസ്ബുക്കിലിട്ട ഒരു സെൽഫി പോസ്റ്റ് പോങ്ങനിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ മുന്നിൽ അതുണ്ട്. അപ്പം ഗോവിന്ദനെയും ധനഗോപാലനെയും ഒക്കെ പടമായിട്ടുള്ള പരുവത്തിൽ നമുക്ക് ആ സെൽഫിയിൽ കാണാം. 2ാം നിരയിലായി മൊബൈൽ ഫോണിൽ കണ്ണുനട്ടിരിക്കുന്ന കണ്ണട വെച്ച ഒരു കഷണ്ടിയുണ്ട്. അദ്ദേഹം കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്നു. കഷണ്ടിക്കും കണ്ണടയ്ക്കുമൊപ്പം ആ കീഴ്ചുണ്ട് കടികൂടി കണ്ടപ്പോൾ കുക്കുടവേന്ദ്രനായിട്ടുള്ള നമ്മുടെ സഖാവ് ശശിച്ചേട്ടൻ യാതൊരു പ്രോത്സാഹനവും കൂടാതെ തന്നെ പോങ്ങന്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു കേട്ടോ. അതായത് വെളുപ്പാങ്കാലം ഒരു 3:30-4 മണിയോടുകൂടി പുരപ്പുറത്ത് കയറി നിന്നുകൊണ്ട് കൂവുന്ന ശശിച്ചേട്ടനെയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ നിഗൂഢമായിട്ടുള്ള ഏതോ ഒരു നിർവൃതി നിമിഷത്തെയാവും ശശിയേട്ടന്റെ ആ കീഴ്ചുണ്ട് കടി പ്രതിനിധീകരിക്കുന്നത് എന്ന് സംശയത്തിന് സ്ഥാനം കൊടുക്കാത്ത മട്ടിൽ ഞാൻ അങ്ങോട്ടേക്ക് ഉറപ്പിച്ചു. അത് കാണുന്നവർക്ക് അത് മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് എനിക്കത് തോന്നുന്നത്. ആ കീഴ്ചുണ്ട് കടിയും ആ നാണിച്ചുള്ള ചിരി, അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ചിരി. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആ വലതുഭാഗത്തായിട്ട് പടത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടു നിൽക്കുന്ന ഏതോ ഗതകാല മതപഠനശാലയെ അനുകരിക്കുന്ന മട്ടിൽ അങ്ങനെ നിൽക്കുന്ന നമ്മുടെ ശ്രീമാൻ മുഹമ്മദ് റിയാസനൻ, അദ്ദേഹം അങ്ങനെയാണ് പടപ്പെട്ട് നിൽക്കുന്നത്. അതിൽ അതായത് അല്പമൊന്ന് കുനിഞ്ഞ് മൂലപ്രദേശം സ്വല്പമൊന്ന് പിന്നാക്കം തള്ളി ഗുദഗുഹയിലൂടെ മതശാസനകളെ സമൂലം മണ്ടയിലേക്ക് കയറ്റുന്ന മട്ടിലാണ് റിയാസനൻ പടത്തിൽ അവതരിച്ചിട്ടുള്ളതെന്നാണ് പോങ്ങൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ റിയാസനന്റെ മൂലാസനം പക്ഷേ പടത്തിൽ വ്യക്തമല്ല. എന്നാൽ മൂലസ്മിതം തിളങ്ങുന്ന ദന്തസമ്പന്നതയുടെ മുഖം മാത്രമാണ് പടത്തിൽ വെളിപ്പെടുന്നത്. മൊത്തത്തിൽ പടം കൊള്ളാം. ഈ ധനഗോപാലന്റെ വലതുഭാഗത്ത് വളരെ ഗൗരവ തികവോടെ കാണപ്പെടുന്ന സ്ത്രീ ശക്തിയെ പിടികിട്ടിയില്ല എന്നത് തീർച്ചയായിട്ടും പോങ്ങന്റെ പോരായ്മയായി എന്ന് സമ്മതിക്കാതെ പറ്റില്ല. ഉറപ്പായിട്ട് സമ്മതിക്കുന്നു, അതെന്റെ ഒരു പോരായ്മ തന്നെയാണ്. ഞാൻ ആ മഹിളയെ കണ്ടിട്ടില്ല, ആ സ്ത്രീ ശക്തിയെ പോങ്ങൻ കണ്ട് പരിചയമില്ല. ആരുടെയൊക്കെ ഒരു ഓർമ്മ കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് ഉറപ്പില്ലാതെ. എന്തായാലും പറഞ്ഞല്ലോ, മൊത്തത്തിൽ കൊള്ളാം. മുഹമ്മദ് റിയാസനന്റെ ഫേസ്ബുക്ക് സെൽഫിയെ പറ്റി ഇത്ര മാത്രമേ പോങ്ങന് നിരീക്ഷിക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ സെൽഫിക്കൊപ്പം മുഹമ്മദ് റിയാസനൻ രചിച്ച 2 വരി ഗദ്യ കവിതയെ മുൻനിർത്തിയാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്, അല്ലെങ്കിൽ നാവാട്ടാനുള്ളത്. 2 വരിയേ ഉള്ളുവെങ്കിൽ പോലും അത് പേറുന്ന അർത്ഥമൊട്ടും തന്നെ ചെറുതല്ല. സത്യത്തിൽ പ്രബുദ്ധ കേരളീയ റാപ്പർ പ്രവർത്തകനായിട്ടുള്ള സാക്ഷാൽ സുടുകാളി വേടന് പോലും വെല്ലുവിളി തീർക്കുന്ന വരികളാണ് മുഹമ്മദ് റിയാസനിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസനൻ രചിച്ചു വച്ചിരിക്കുന്നത്. ഞങ്ങൾ സദസ്സിലുണ്ട്, അയാൾ വേദിയിലും. ഇതാണ് ആ വരികൾ. പിഴിഞ്ഞ തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് റിയാസനൻ ഇത് രചിച്ചിരിക്കുന്നത്. അമർഷം, അധിക്ഷേപം, നൈരാശ്യം ഇവ 3ഉം സമം ചേർത്താണ് രചന നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ പോങ്ങന്റെ വായനാനുഭവത്തിൽ നിന്ന് പോങ്ങന് കിട്ടിയിട്ടുണ്ട്. ഈ പിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടിക്കാൻ ദേശത്തിന്റെ ഭരണാധികാരി വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനൊപ്പം വേദിയിലിരിക്കാൻ സംസ്ഥാനത്തിന്റെ ആസ്ഥാന മരുമോന് ഒട്ടും തന്നെ സാധിച്ചിട്ടില്ല. അതാണ് ഈ ഗദ്യ കവിത രചിക്കാനുണ്ടായിട്ടുള്ള പ്രകോപനം. സത്യത്തിൽ ഈ മുഹമ്മദ് റിയാസനന് ആ വേദിയിൽ എന്ത് കാര്യമാണുള്ളത്? ആ വേദിയിൽ മുഹമ്മദ് റിയാസനന് എന്ത് കാര്യമാണുള്ളത്? എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ഡിജിറ്റൽ യുഗ അവതാരമാണ് ഈ മനുഷ്യൻ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ഡിജിറ്റൽ യുഗ അവതാരം എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എല്ലാം ഞമ്മന്റെയാണ് എന്നുള്ളതാണല്ലോ പറച്ചിൽ. പക്ഷെ ഇവിടെ കയറ്റിയിരുത്താൻ, അല്ലെങ്കിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കാൻ തക്ക എന്ത് യോഗ്യതയാണ് ആ മനുഷ്യനിൽ കാണുന്നത്?
തിരിച്ചറിവോ വകതിരിവോ ഉള്ളവനായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു കൊതിക്കെറിവ് രചന അയാളിൽ നിന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അല്ലേ? അതല്ലേ നേരെ? സംഭവിക്കില്ലായിരുന്നു. സംസ്ഥാന ചക്രവർത്തിയായ ദ്വിമാറ തസ്കരോത്തമ സുൽത്താന്റെ പൊണ്ടാട്ടി പെറ്റവളുടെ അന്തപുരത്തിൽ ഓളുടെ 2ാം നമ്പർ കണവനായി അന്തി ഉറങ്ങാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് മാത്രമല്ലേ ഈ മുഹമ്മദ് റിയാസനന് ആ സദസ്സിൽ തന്നെ കാലുകുത്താൻ സാധിച്ചത്? അതുകൊണ്ട് മാത്രമല്ലേ അത്രയെങ്കിലും അവിടെ വരെയെങ്കിലും എത്താൻ, ആ സദസ്സിലെങ്കിലും എത്താൻ സാധിച്ചത്? എങ്ങനെയാണ് ഓളുടെ അന്തപുരത്തിലേക്ക് കയറിക്കൂടിയതെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്റെ ഒരു നിഗമനം ഞാൻ പറയാം, ഭാവനയിൽ വിരിഞ്ഞതാണ്. കോരവംശ ചക്രവർത്തി ചെയ്തിട്ടുള്ള സകലമാന കൊള്ളരുതായ്മകളും ക്രൈമൺ നന്ദകുമാരൻ എന്ന് പറയുന്ന ഒരു പാണൻ രേഖയാക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആപ്പീസിൽ. ഒരു ദിവസം രാത്രി ഈ മുഹമ്മദ് റിയാസനും ഓന്റെ അടിമക്കണ്ണന്മാരും കൂടി ക്രൈമൺ നന്ദകുമാരന്റെ ആപ്പീസ് കുത്തി തുറന്ന് കോരവംശ ചക്രവർത്തിക്കെതിരെയുള്ള തെളിവുകളെല്ലാം സ്വന്തം കക്ഷത്തിലോട്ടാക്കി. ശേഷം കുത്തി തുറന്ന ആപ്പീസ് കത്തിച്ചു. ക്രൈമൺ നന്ദകുമാരന്റെ ആപ്പീസ് കത്തുന്ന വെളിച്ചത്തിലാവണം ചോരള രാജ്യത്തെ രാജകുമാരിയുടെ അന്തപുരത്തിലേക്കുള്ള വഴി നമ്മുടെ ഈ മുഹമ്മദ് റിയാസനൻ കണ്ടെത്തിയതെന്നാണ് പോങ്ങന്റെ ഒരു വിശ്വാസം, മനസ്സിലാക്കൽ, ബോധ്യം. ഭാവന പറഞ്ഞതാണ്. എന്തായാലും അതാണ് പോങ്ങന്റെ ഒരു വിശ്വാസം. അതെന്തായാലും മുഹമ്മദ് റിയാസനൻ ഇപ്പോൾ അനുഭവിക്കുന്ന പദവിയും പരിചാരകരാൽ പരിപാലിക്കപ്പെടുന്ന ജീവിതവും ഒന്നും സത്യം പറഞ്ഞാൽ അയാൾ അർഹിക്കുന്നതല്ല. ഈ നിലയിൽ വാഴാനുള്ള യോഗ്യതയും അയാൾക്കില്ല. ശരിയല്ലേ? ഈ പിഴിഞ്ഞം തീരദേശത്ത് അലഞ്ഞു തിരിയുന്ന തെരുവു നായ്ക്ക് പോലും തീർച്ചയായിട്ടും ഈ റിയാസനേക്കാൾ യോഗ്യത ഉണ്ടാവുമെന്നാണ് പോങ്ങന്റെ ഒരു സൂക്ഷ്മ നിരീക്ഷണം. അറബിക്കടലിന്റെ തീരത്താണെന്ന് കരുതി പിഴിഞ്ഞം തുറമുഖം ഓന്റെ ഉമ്മയ്ക്ക് മഹർ കിട്ടിയ ഭൂപ്രദേശമൊന്നുമല്ലല്ലോ. ആണോ? അങ്ങനെയാണോ? അങ്ങനെ കരുതാനുള്ള ബുദ്ധിയില്ലായ്മ ആ വാനരനേത്രന്റെ തിരുമണ്ടയിൽ എമ്പടി അളവിൽ കണ്ടേക്കും. അറബിക്കടലും അതിന്റെ തീരദേശത്ത് കിടക്കുന്ന മണ്ണുമൊക്കെ മുഹമ്മദ് റിയാസനന്റെ പാരമ്പര്യ സ്വത്തിൽപ്പെടുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന അടിമക്കണ്ണന്മാരും ധാരാളമായി അയാൾക്കൊപ്പം ഉണ്ടാവും. കറണ്ട് പോയി. ഉള്ള വെളിച്ചത്തിൽ ബാക്കിയും കൂടി പറയാം. അപ്പോൾ പറഞ്ഞു, എവിടെയാ പറഞ്ഞു നിർത്തി? എന്തെങ്കിലും ആവട്ടെ. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ വെളിച്ചം പോയതുകൊണ്ട് പറയാം. ചന്ദ്രനിൽ നിന്നും കടം കൊള്ളുന്ന പ്രകാശം കൊണ്ടാണ് സൂര്യൻ ഈ അണ്ടകടാഹത്തിനാകെ പ്രകാശം വിറ്റ് ഉപജീവിക്കുന്നതെന്ന് ഏതെങ്കിലും ഒരു മതശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയില്ലായ്മയുടെ കുത്തലിലൊന്ന് പറഞ്ഞു പോയാൽ അതുവരെ വിശ്വസിക്കാൻ കേരളത്തിൽ ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മുഹമ്മദ് റിയാസനെ സദസ്സിലിരുത്തി അപമാനിച്ചു എന്ന് വിശ്വസിക്കാനും തീർച്ചയായിട്ടും ഇവിടെ ആളുകൾ ഉണ്ടാവും. സത്യത്തിൽ അയാളെ ആ സദസ്സിൽ കാലുകുത്താൻ അനുവദിച്ചു എന്നതാണ് അന്യായമാകുന്ന സംഗതി. അതാണ് പോങ്ങന്റെ മനസ്സിലാക്കൽ. അനർഹമായതൊക്കെ ആർജിച്ചനുഭവിക്കുന്ന ഒരു അധമബുദ്ധന്റെ നൈരാശ്യം നിറഞ്ഞ അമർഷമാണ് മുഹമ്മദ് റിയാസനന്റെ ആ 2 വരി ഗദ്യ കവിതയുടെ അടിസ്ഥാനം. ആ വേദിയിൽ നിന്ന് ഒഴിവാക്കിയതുപോലെ രാഷ്ട്രീയ കേരളത്തിന്റെ സദസ്സിൽ നിന്നുകൂടി അനർഹരും അയോഗ്യരുമായിട്ടുള്ള ഇത്തരം അല്പന്മാരെ ഒഴിവാക്കാനുള്ള ബുദ്ധി, ആ ബുദ്ധിയാണ് തീർച്ചയായിട്ടും പ്രബുദ്ധ കേരളീയർ കാണിക്കേണ്ടതെന്നാണ് പോങ്ങന്റെ ഒരു എളിയ അഭിപ്രായം. ഇന്നെങ്കിലും എന്നെ അധിക പ്രസംഗിയാക്കാതെ കാത്ത കറണ്ടില്ലായ്മയെ തീർച്ചയായും നമിച്ചുകൊണ്ട് പോങ്ങനി സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. ടാറ്റ.